Praise God. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. Praise God. ഇന്നത്തെ ദൂതിന്റെ തലക്കെട്ട് seated with Christ in the heavenly realms. സ്വർഗത്തിൽ സ്വർഗീയ സ്ഥലങ്ങളിൽ ക്രിസ്തുവിനോട് കൂടെ ഇരുത്തുകയും ചെയ്ത ദൈവ മഹത്വം. ക്രിസ്തുവിനോട് കൂടെ സ്വർഗീയ തലങ്ങളിൽ ആത്മമണ്ഡലങ്ങളിൽ നമ്മെ യേശുവിനോട് കൂടെ ഇരുത്തിയിരിക്കുന്ന ദൈവ മഹത്വത്തിന്റെ ആ വലിയ പ്രവൃത്തിയാണ് നാം ചിന്തിച്ച് പഠിച്ച് ആലോചിച്ച് സ്തോത്രം ഹൃദയത്തിൽ ധ്യാനിച്ച് അതിന്റെ വെളിപ്പാടുകളും പ്രകാശത്തിലേക്കും ഒക്കെ നമ്മൾ കയറുവാൻ പോകുന്നു. Seated with Christ. നമുക്കൊന്ന് പറയാം, seated with Christ in the heavenly realms. Hallelujah. Amen. ദൈവം നമുക്ക് വേണ്ടി പ്രദാനം ചെയ്തിരിക്കുന്ന ഈ രക്ഷ എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു രക്ഷയല്ല. കാൽവരി ക്രൂശിൽ യേശു നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്നത്, ആ തങ്കപ്പാടുകളൊക്കെ സഹിച്ചത്, ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെണ്ണീറ്റത് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ, നമുക്ക് നിത്യജീവൻ നൽകുവാൻ മാത്രമല്ല. അതെല്ലാം അതിന്റെ വലിയ ഭാഗമാണെങ്കിൽ പോലും ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ ഉദ്ദേശത്തോടാണ്, ഒരു വലിയ പദ്ധതിയോടാണ് ദൈവത്തിന്റെ രക്ഷയെ മനുഷ്യകുലത്തിന് പ്രദാനം ചെയ്തിരിക്കുന്നത്. കാൽവരിയിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ആ വലിയ ദൈവപ്രവർത്തിക്കായി നമുക്ക് ദൈവത്തെ ഒന്ന് നന്ദി പറയാം. ഫോർ ദ ഗ്രേറ്റ് വർക്ക് ഓൺ ദ ക്രോസ്. പൗലോസ് കൊരിന്ത്യ സഭാമക്കളോട് പറയാ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ പ്രസംഗിക്കാൻ ഒന്നുമില്ല, അവിടെ നിന്നാണ് എല്ലാം ഒഴുകുന്നത്. We have nothing, but we praise Christ and him crucified. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്തോത്രം, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. 3 കാര്യങ്ങളാണ്, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ പാപം ക്ഷമിച്ചു കിട്ടി, നമ്മളെ നീതിമാന്മാരാക്കി, നമുക്ക് നിത്യജീവൻ കർത്താവ് നൽകി, നമ്മുടെ രോഗങ്ങൾ മാറ്റി, നമ്മളെ സൗഖ്യമാക്കി. പ്രൈസ് ഗോഡ്. എഫെസ്യർക്കെഴുതിയ 2-ാം അധ്യായത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും സ്തോത്രം മരിച്ചിരുന്നു നമ്മളെ. അത് 1-3 വരെയുള്ള വാക്യം പെട്ടെന്ന് ഓടിച്ചു വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. സ്തോത്രം. എഫെസ്യസിലുള്ള സഭാമക്കളോട്, ദൈവമക്കളോട്, സഭാവിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറയുക, മക്കളെ, നമ്മൾ എന്തായിരുന്നു? നമ്മൾ അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നു, നമ്മുടെ പാപങ്ങളിൽ മരിച്ചവരായിരുന്നു നമ്മൾ. പക്ഷേ വിശ്വസിച്ച നമ്മളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നു. ഈ രക്ഷയുടെ ഈ വലിയ രക്ഷയുടെ this great salvation has done something glorious. It's not an ordinary thing. Hallelujah. ഒരു വലിയ മഹത്തായ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ ദൈവം ചെയ്തിരിക്കുകയാണ്. അത് പൗലോസ് അപ്പോസ്തലൻ വർണ്ണിക്കുകയാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. 2-3 വരെയുള്ള വാക്യങ്ങളിൽ സ്തോത്രം നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറയുന്ന ഭാഗങ്ങൾ ഓടിച്ചത് വായിക്കാം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ആത്മാവിന്റെ അധിപതിയുടെ അധികാരത്തിന് കീഴിൽ അവനെ അനുസരിച്ച് അനുസരണക്കേടിൽ വ്യാപരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ പ്രകൃതിയാൽ ദൈവത്തിന്റെ കോപം വസിക്കുന്ന അങ്ങനെയുള്ള ജീവിത രീതിയിലായിരുന്നു നാം എല്ലാവരും. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ജഡമോഹത്തിൽ, മനോവികാരത്തിലൊക്കെ നമ്മൾ പാപത്തിൽ, മർദ്ദലിപ്പിൽ, നമ്മൾ റെബല്യനിലും സ്റ്റബർനെസ്സിലും ദൈവത്തെ മർദ്ദലിച്ച്, മനുഷ്യരെ മർദ്ദലിച്ച്, ദൈവകൽപ്പനകളെ ലംഘിച്ച്, പാപത്തെ ആസ്വദിച്ച് ജീവിച്ച ഒരു പ്രകൃതമായിരുന്നു നമ്മുടെ. പക്ഷേ ഹല്ലേലൂയ, പാപങ്ങളിൽ ഇപ്പോൾ ദൈവം നോക്കുമ്പോൾ പാപങ്ങളിൽ, നമ്മുടെ അകൃത്യങ്ങളിൽ, അതിക്രമങ്ങളിലൊക്കെ മരിച്ചവരായിരുന്നു നമ്മൾ. പക്ഷെ 4-ാം വാക്യം പറയുന്നു, എന്തോ അത്ഭുതകരമായ ഒരു കാര്യം, ദൈവം നമുക്ക് വേണ്ടി മർദ്ദലിച്ച് നടന്ന, ദൈവത്തോടെ ശത്രുത്വത്തിൽ നടന്ന, ദൈവത്തിന് വിരോധമായി, ദൈവത്തിന് ശത്രുക്കളായിരുന്ന നമ്മളിൽ ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്തെടുത്ത ആ കാര്യത്തെയാണ് വർണ്ണിക്കുന്നത്. സുവിശേഷം നമ്മളിലേക്ക് വന്നു, നമ്മൾ യേശുവിനെ വിശ്വസിച്ചു, സുവിശേഷത്തെ വിശ്വസിച്ചു. അപ്പോൾ നമ്മളിൽ കൃപയാൽ ദൈവം ചെയ്തെടുത്തിരിക്കുന്ന ആ this glorious great salvation ആ വലിപ്പത്തെ അപ്പോസ്തലൻ വരച്ച് കാട്ടുകയാണ്. 4-ാം വാക്യത്തിൽ, യെസ്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്താൽ അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നു നമ്മെ. പിന്നെ 3 കാര്യങ്ങൾ എടുത്തു പറയുക. സ്തോത്രം. നാം പാപത്തിൽ മരിച്ചു കിടക്കുകയായിരുന്നു, നമ്മുടെ ജഡപ്രകാരം ജഡജീവിതത്തിൽ ജീവിച്ച് മനോവികാരങ്ങളിൽ നാം നടക്കുകയായിരുന്നു, പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. പക്ഷേ കരുണാസമ്പന്നനായ ദൈവം തന്റെ മഹാസ്നേഹത്താൽ, തന്റെ സുവിശേഷത്താൽ, തന്റെ സ്നേഹത്താൽ നമ്മെ പിന്നെ
3 കാര്യങ്ങൾ എടുത്തു പറയുക. സ്തോത്രം. നമ്മുടെ ആത്മാവ് മരിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ആദ്യം സംഭവിച്ച മഹത്തായ കാര്യം എന്താ? ഈ മരിച്ചു കിടന്ന നമ്മുടെ ആത്മാവിന് ദൈവത്തോട് ബന്ധപ്പെടുവാൻ, കൂട്ടായ്മ കൊള്ളുവാൻ കഴിയാതെ, the dead spirit, the spirit that was incapable of communicating with God, അവിടെ ജീവൻ വന്നു. അല്ലെ, മരിച്ചിരുന്ന എന്റെ ആത്മാവിൽ അത്ഭുതങ്ങളുടെ അത്ഭുതം നടന്നു. ബാക്കി എല്ലാ അത്ഭുതങ്ങള് അതിന്റെ താഴെ ഉള്ളൂ. ഏറ്റവും വലിയ the greatest miracle, the miracle of all miracles, സുവിശേഷം കേട്ടപ്പോൾ, ഞാൻ യേശുവിനെ വിശ്വസിച്ചപ്പോൾ, ഞാൻ പുതിയ സൃഷ്ടിയായി തീർന്നപ്പോൾ, അത്ഭുതങ്ങളുടെ അത്ഭുതം എന്റെ ആത്മാവിൽ നടന്നു. മരിച്ച എന്റെ ആത്മാവ് ഉയർത്തെണ്ണീറ്റു, ജീവൻ പ്രാപിച്ചു. എന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നൽകി. എനിക്ക് പുതിയൊരു ഹൃദയം തന്നു. മഹത്തായ ദൈവപ്രവർത്തികൾ എന്നിൽ നടന്നു. ഹല്ലേലൂയ. വാക്യം വീണ്ടും നമുക്കൊന്ന് വായിക്കാം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുക. ക്രിസ്തുവിനോട് കൂടെ. ക്രിസ്തുവിന് എന്ത് സംഭവിച്ചോ അത് തന്നെ നമുക്കും സംഭവിച്ചു എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞു വരുന്നത്. ക്രിസ്തുവിനോട് കൂടെ നമ്മെയും ജീവിപ്പിച്ചു. വാ, നമ്മൾ പറഞ്ഞേ, എന്നെ ജീവിപ്പിച്ചു. നമുക്ക് വ്യക്തിപരമായി പറയാം, He made me alive. Come on, young people, young boys and girls, raise your hands and say, He made me alive. Wow, He made me alive. He made me alive. Wow. അത് തന്നെ ഭയങ്കര പവർഫുൾ ആണ്. മരിച്ചിരുന്ന എന്നിലേക്ക് ദൈവത്തിന്റെ ജീവൻ കടന്നു വന്ന് എന്നെ ജീവിപ്പിച്ചു എന്ന. ആത്മാവാകുന്ന ദൈവത്തോട് ആത്മാവിൽ ബന്ധപ്പെടുവാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ എന്നെ ജീവിപ്പിച്ചു. സ്തോത്രം. ജീവിപ്പിച്ചു എന്ന് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം 7-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. എന്നെ ജീവിച്ചു എന്ന് മാത്രമല്ല, എങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റോ, നീ യേശുവിനോടുള്ള കമ്പാരിസൺ, എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. He raised me up. He made me alive. Wow, that's great. But He didn't just made me alive, but He raised me up. അവൻ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. എന്റെ ആത്മാവിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടന്നു. അപ്പോൾ എന്റെ ശരീരത്തിൽ മരണമാണെങ്കിലും എന്റെ ആത്മാവിൽ നടന്നതിനെ എന്റെ ശരീരത്തിൽ എനിക്ക് നടത്തിയെടുക്കാം. That's the scope, that's the potential, that's the power of what God has done. ഇത് തിരിച്ചറിഞ്ഞാൽ, കണ്ണുകൾ തുറന്നാൽ ഈ വെളിപ്പാടുകൾ, revelation before manifestation, വെളിപ്പാടുകൾ. ആദ്യം ദൈവം എന്താ ചെയ്യുന്നത്? നമ്മുടെ ഹൃദയത്തിലെ കണ്ണുകളെ തുറന്ന് നമുക്ക് വെളിപ്പാടുകളെ, ഈ വെളിപ്പാടുകൾ നാം പ്രാപിച്ച് അത് വിശ്വസിച്ച് അതിൽ നാം നടന്നാൽ ഈ വെളിപ്പാടുകൾ അത് മാനിഫെസ്റ്റേഷൻ ആയി മാറും. There is no shortcut to manifesting the life of Christ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മക്കളെ ഇടപെടാതെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളൊന്ന് പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയുവാൻ. വിശുദ്ധന്മാരിൽ ഹല്ലേലൂയ അവന്റെ മഹിമാധനത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഓഹരി എന്താണ്? What is your glorious inheritance in the saints? അത് നിങ്ങൾ ഒന്ന് പിടിച്ചെടുക്കണം. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയെ കുറിച്ചുള്ള ആ ഒരു ബോധ്യം, ആ ഒരു തിരിച്ചറിവ് വരേണ്ടതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ണുകൾ തുറന്നു വരിക. My eyes are being opened. വചനം അതാ ചെയ്യുന്ന, വെളിപ്പാടുകൾ അതാ ചെയ്യുന്ന. നമ്മുടെ ഹൃദയത്തിന് ദൃഷ്ടി പ്രകാശിച്ചു വരിക. Say, my eyes are opening. My eyes are opening. He made me alive and He raised me up with Christ. Wow. ക്രിസ്തുവിനോട് കൂടെ അവൻ എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. പിന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതാണ് നമ്മുടെ ദൂത്. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. And He seated us with Christ in the heavenly places, in the heavenly spheres, in the heavenly realms. ലിവിംഗ് ബൈബിൾ വായിച്ചാൽ ഈ മഹത്തായ കാര്യം നമ്മൾ ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടാണ് ലിവിംഗ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. He took us from the grave and seated us in His glory. From the grave. Wow, Sarah, I like that. ഇന്ന് വരെ സാറാ ആൻറ്റി കരയായിരുന്നു, തല കൈവയ്ക്കുമായിരുന്നു. But you changed your attitude and your position, and the blessing of God comes your way. Receive it in the name of Jesus Christ of Nazareth. Seated us with Christ. അപ്പോൾ ലിവിംഗ് ബൈബിൾ പറയുന്നത് എന്താണ്? From the grave. പാപത്തിൽ മരിച്ചു കിടന്ന നമ്മളെ എവിടെ കൊണ്ടാക്കി? From the grave to the glorious throne. Seated with Christ. ഇന്ന് വളരെ വിഷയങ്ങളാലും ഭാരപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും, 100 കൂട്ടം വിഷയങ്ങൾ നമ്മെ മുക്കുവാൻ നോക്കുന്നെങ്കിലും, ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങൾ പ്രാപിച്ചാൽ നിങ്ങൾക്ക് അതിനെല്ലാം ഭേദിച്ച് പുറത്തിറങ്ങാം. You will become a champion. ദാവീദിന്റെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നേ? ബാലനായിരുന്നു. വാളും പടച്ചട്ടയൊക്കെ ഇട്ട് യുദ്ധം ചെയ്യാൻ ആ ലെവൽ എത്തിയില്ല. രാജാവായി കഴിഞ്ഞതെല്ലാം പരിശീലിച്ചു. പക്ഷെ അവന്റെ കയ്യിൽ ഉള്ളത് എന്തായിരുന്നു? കവണയും 5 കല്ലുകളും. സ്തോത്രം. നമ്മുടെ കയ്യിൽ എല്ലാവർക്കും ചിലതെല്ലാം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവിൽ നിങ്ങൾ കുറച്ചൊന്ന് നടന്നവരാണെങ്കിൽ നിങ്ങൾക്കെല്ലാം
കല്ലുകളുണ്ട്. പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനേ അറിയത്തുള്ളൂ? നമുക്ക് വിഷമിച്ചിരിക്കാനേ, കർത്താവേ കരുണ ചെയ്യണമേ എന്ന് വിഷമിക്കാനേ അറിയത്തുള്ളൂ. സ്വന്തം വിഷമിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥനകളെ കേട്ട് നമുക്ക് ഉത്തരം നൽകും. പക്ഷെ അടുത്തൊരു പ്രതലമുണ്ട്. ഈ നാളുകളിൽ ദൈവം തന്റെ ജനത്തെ തന്നെ പോലെ യോദ്ധാക്കന്മാരാക്കി, ഒരു സൈന്യമാക്കി, നിർമ്മല കന്യകയാക്കി തന്റെ മണവാട്ടി സഭയെ താൻ വാർത്തെടുക്കുകയാണ്. അതെ, അതുകൊണ്ടാണ് ഗർജിക്കുന്ന സിംഹത്തിന്റെയും കാട്ടുപോത്തിന്റെ അഭിഷേകം തന്ന് നമ്മെ സ്തോത്രം ഹല്ലേലൂയ നമ്മെ എഴുന്നേൽപ്പിക്കുന്നത്. വിഷയങ്ങൾ കണ്ട് പ്രശ്നങ്ങൾ കണ്ട് വിഷമിച്ചു പോകുന്നവരല്ല നാം. വിഷയങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മീതെ വാഴുന്നവരാണ് നാം. അതിന്മേൽ കർത്തൃത്വം നടത്തുന്നവരാണ് നാം. അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നാം വന്നാൽ അത് വലിയ കാര്യമാണ്. അടിമത്വത്തിൽ നിന്ന് ദൈവം വെച്ചിരിക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യം. ഇന്ന് അടിമത്വത്തിൽ ആരെങ്കിലും ആണെങ്കിൽ, പാപത്തിന്റെ അടിമത്വത്തിലാണെങ്കിൽ, പോർണോഗ്രഫിയുടെയോ ഇതുപോലെ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ അടിമത്വത്തിലാണെങ്കിൽ, God wants to deliver you. Hallelujah. ആ അടിമത്വത്തിൽ, ആസക്തികളുടെ അടിമത്വത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങളുടെ ഉള്ളിൽ കത്തിക്കഴിഞ്ഞാൽ ആസക്തികളെ നിങ്ങളുടെ കാലിന് കീഴിലാക്കാം. അതിന് പിന്നെ ദേവദാസം വന്ന് കൈവച്ച് പ്രാർത്ഥിക്കുക ഒന്നും വേണ്ട. നിങ്ങൾക്ക് തന്നെ ആ ലെവലിലേക്ക് ദൈവമക്കളെ ദൈവം ബലപ്പെടുത്തുകയാണ്. ദാവീദ് ചെയ്ത പോലെ തന്റെ ആടുകളെ കവർന്നെടുക്കുവാൻ വന്ന, കൊല്ലുവാൻ വന്ന ആ കരടിയെ താൻ നേരിട്ടു. തന്റെ കവണ വെച്ച്, തന്റെ കല്ല് വെച്ച് അതിനെ അടിച്ചു താഴെ വീഴ്ത്തി. തനിക്കെതിരെ വന്ന ആ സിംഹത്തെ താൻ എഴുന്നേറ്റു. തനിക്ക് പരിചയമുള്ള തന്റെ കല്ലെടുത്തു, താൻ അതിനെ നേരിട്ട് കൊന്നു. അടുത്ത മല്ലൻ വെളിപ്പെട്ടത് ഇസ്രായേലിന് നേരെയാണ്. ആ മല്ലനെ നേരിടാൻ തന്റെ സ്തോത്ര രഹസ്യ സ്ഥലങ്ങളിൽ ആ കവണയെടുത്ത്, കല്ലെടുത്ത് താൻ പരിശീലിച്ച് അതിൽ നൈപുണ്യം പ്രാപിച്ചതുകൊണ്ട് മല്ലൻ വന്നപ്പോൾ ബാക്കി എല്ലാവരും പേടിച്ച് ഒളിച്ചപ്പോൾ, ഗോലിയാത്ത് എന്ന മല്ലൻ ഗർജിച്ച് അവിടെ വന്നപ്പോൾ, ഭയം ഉളവാക്കിയപ്പോൾ, ഇസ്രായേലിന്റെ ക്യാമ്പിൽ അതിനെ നേരിടുവാൻ വേറെ ഒരാളില്ലാത്തപ്പോൾ, ഇതാ കവണയും കല്ലും പരിചയിച്ചവൻ സ്തോത്രം കല്ലുമായി വരികയാണ്. സ്തോത്രം ഹല്ലേലൂയ. പ്രശ്നം ഇങ്ങോട്ട് വന്നാൽ നേരിടാം, അല്ല, പ്രശ്നത്തെ നോക്കി അങ്ങോട്ട് ഓടിച്ചെല്ലും. ഈ നാളുകളിൽ നമ്മളിലേക്ക് ദൈവം പകരുന്ന ദൈവിക വെളിപ്പാടുകളും ദൈവവചനത്തിന്റെ ദൂതുകളും നമ്മെ എപ്പോഴും ജയോത്സവമാക്കി, ആ ജയോത്സവ ഘോഷത്തിന്റെ ആ ട്രയംഫന്റ് പ്രൊസഷന്റെ ഭാഗമാക്കി ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക്, കമ്മ്യൂണിറ്റികളിൽ നിന്ന് കമ്മ്യൂണിറ്റികളിലേക്ക്, സ്റ്റേറ്റുകളിൽ നിന്ന് സ്റ്റേറ്റുകളിലേക്ക് പോയി ശത്രുവായവൻ അന്ധകാരത്തിന്റെ രാജ്യം അപഹരിച്ചു വെച്ചിരിക്കുന്ന അതിനെ കൊള്ളയടിക്കുവാൻ, to plunder hell and to populate heaven with the kingdom of God. ദൈവം എന്താ ചെയ്ത? ക്രിസ്തുവിൽ കൂടി നമ്മെ ജീവിപ്പിച്ചു. അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പിന്നെ ചെയ്തത് നമ്മെ ക്രിസ്തുവിനോട് കൂടെ സ്വർഗീയ തലങ്ങളിൽ, സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ in the realms of the heaven, in the glory realms. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ സ്വർഗീയ തലങ്ങളിൽ, in the heavenly realms, the heavenly spheres, he has seated us. Hallelujah. അവൻ നമ്മെ എന്താ ചെയ്തിരിക്കുന്നത്? അവൻ നമ്മെ ഇരുത്തിയിരിക്കുന്നു. ഇന്ന് ഭൂമിയിൽ നമ്മൾ സാധാരണ ചെയറുകളിലാണെങ്കിലും നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? Where are you seated? You are seated with Christ. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിലേക്ക് ഒന്ന് പോട്ടെ. വിഷയങ്ങൾ നിങ്ങളുടെ തലയുടെ മീതെ കവിഞ്ഞ് ഒഴുകുന്നുവെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് എവിടെയാണ് എന്ന് നിങ്ങളുടെ ഹൃദയം ഒന്ന് ഗ്രഹിക്കട്ടെ. ആ വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് വരട്ടെ. ആ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിലേക്ക് ഒന്ന് വരട്ടെ. That you are seated with Christ. നിങ്ങൾ ഇരിക്കുന്ന ഒരു പൊസിഷനുണ്ട്. നിങ്ങളുടെ സാഹചര്യം എന്താണെങ്കിലും, നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെങ്കിലും, നിങ്ങളുടെ പരിസ്ഥിതികൾ, അവസ്ഥകൾ എന്താണെങ്കിലും, നിങ്ങൾ എവിടെയായിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, I am seated with Christ. In the heavenly places. In the heavenly places. In the heavenly places. In the heavenly places. Wow, hallelujah. Amen. അപ്പോൾ ആരുടെ കൂടെ ഇരിക്കുന്നത്? യേശുവിന്റെ, ക്രിസ്തുവിനോട് കൂടെ. സ്തോത്രം ഹല്ലേലൂയ. അത് മനസ്സിലാകണമെങ്കിൽ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, ഈ സ്ഥലത്തിന്റെ സ്കോപ്പ് അല്ലേ, ഞാൻ അങ്ങനെയൊക്കെ പറയുക, ഈ സ്ഥലത്തിന്റെ പൊട്ടൻഷ്യൽ, ഇതിന്റെ വലിപ്പം, മഹത്വം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എവിടെയാണ് യേശുവിനെ ഇരുത്തിയിരിക്കുന്നത്, ആ സ്ഥലത്തിന്റെയും ആ ത്രോണിന്റെയും ആ സിംഹാസനത്തിന്റെ മഹത്വം നമ്മളും തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മളെ സാധാരണ ആൾക്കാരെ പോലെ ജീവിക്കുകയും സാധാരണ ആൾക്കാരെ പോലെ സംസാരിക്കുകയും സാധാരണ ആൾക്കാരെ ബിഹേവ് ചെയ്യുന്ന പോലെ ചെയ്യുകയില്ല. Because I'm seated with Christ. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം തൊട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, പിതാവ് യേശുവിനെ ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ പറയുന്നത് യേശുവിനെ എവിടെ ഇരുത്തിയിരിക്കുന്നു? ആ സ്ഥലത്ത് തന്നെ നമ്മെയും യേശുവിനോട് കൂടെ ഇരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് യേശുവിനെ ഇരുത്തിയിരിക്കുന്നത്? ഏത് പൊസിഷനിലാണ് യേശു ആയിരിക്കുന്നത്? Where is Jesus seated? On what throne is he seated? എഫെസ്യർക്കെഴുതിയ 1-ാം അധ്യായം 19-ാം വാക്യം. Yes. വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ കാര്യമാണ് വർണ്ണിച്ചു വരുന്നത്. അത് നമുക്ക് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ലഭ്യമാണ്. അത് നമ്മളിലും നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ ദൈവം ഈ ഇമ്മെഷറബിൾ, ഇൻകംപാരബിൾ ആയ
the exceedingly abundant ആയ ഈ ദൈവത്തിന്റെ ശക്തിയെ, പരിശുദ്ധാത്മ ശക്തിയെ, പുനരുത്ഥാന ശക്തിയെ ദൈവം നമുക്ക് വേണ്ടി ലഭ്യമാക്കിയിരിക്കുന്നു. നീ ലഭ്യമാക്കാൻ പോകുന്നു എന്നല്ല, ലഭ്യമാക്കി. You have access to God's great power that raised Jesus from the dead. 20ാമത്തെ വാക്യം. യെസ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും, ശ്രദ്ധിച്ച് കേൾക്കണമേ, അങ്ങനെ ഈ അത്യന്ത ശക്തി, ഈ അളവറ്റ ശക്തി എന്ത് ചെയ്തു? അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച്, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും, മരിച്ചവരുടെ ഇടവിൽ നിന്ന് ഇതുപോലെ തന്നെ ആദ്യം ജീവിപ്പിച്ചു, പിന്നെ ഉയർപ്പിച്ചു, പിന്നെ സിംഹാസനത്തിൽ. ഈ 3 പ്രക്രിയകൾ നമ്മളിൽ നടന്നിരിക്കുന്ന, നമുക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന ഈ പ്രക്രിയ ക്രിസ്തുവിൽ നടന്നു. ജീവിപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു, പിന്നെ യെസ്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. യേശുവിനെ ജീവിപ്പിച്ചു, യേശുവിനെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ഈ പാട്ട് പാടുമ്പോൾ യേശു എന്തും ചെയ്തിടുമേ. ഹല്ലേലൂയ. ആ പാട്ടിന്റെ അലകൾ കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്ന എങ്ങനെയാണെന്നറിയാമോ? അജിത്ത് എന്തും ചെയ്തിടുമേ, യേശു എന്തും ചെയ്തിടുമേ. That's right. നാണയത്തിന് ഒരു വശമാണ് ക്രിസ്തുവിനോട് കൂടെ ഇരുത്തിയിരിക്കുന്ന അജിത്ത് എന്തും ചെയ്തിടുമേ. നിങ്ങൾ ഓരോരുത്തരും എന്തും ചെയ്തിടുമേ. അപ്പൻ എന്ത് ചെയ്യുവാൻ കഴിയും, മക്കൾക്ക് അത് ചെയ്യുവാൻ കഴിയുന്ന ഒരു സ്കോപ്പിലേക്ക്, ഒരു പൊട്ടൻഷ്യലിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ തുറന്ന് ആ വെളിപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിൽ വന്ന് അത് വിശ്വസിച്ച് അതിൽ നാം തുടർന്ന് നടന്നാൽ, ആ വെളിച്ചം വന്നാൽ മാത്രം പോരാ, വെളിപ്പാട് വന്നാൽ മാത്രം പോരാ, അത് വിശ്വസിക്കണം. വിശ്വസിച്ച് നാം സ്റ്റെപ്പുകൾ എടുക്കണം. നാം വിശ്വസിക്കുന്ന അനുസരിച്ച് നാം സ്റ്റെപ്പുകൾ എടുക്കണം. അതിൽ മുമ്പോട്ട് നടക്കണം. നടക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമായി നമ്മുടെ ജീവിതത്തിൽ വരും. ആമേൻ. അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് സകല വാഴ്ചകൾക്കും, above all principality, അധികാരത്തിനും ശക്തികൾക്കും കർത്തൃത്വത്തിനും. നോക്കി, 4 കാര്യമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ സിംഹാസനം എവിടെയായിരിക്കുന്നത്? ആ പൊസിഷൻ എന്താണ്? ഏത് പൊസിഷനാണ് കർത്താവിനെ എഴുതിയിരിക്കുന്നത്? Above all principalities, above all powers, above all dominions, above all kingdom. Hallelujah. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും കർത്തൃത്വത്തിന് വരുവാനുള്ള എല്ലാ നാമത്തിനും മീതെയല്ല, അത്യന്തം മീതെ. അവിടെയാണ് പിതാവാം ദൈവം, സ്വർഗസ്ഥനായ നമ്മുടെ അപ്പൻ യേശുവിനെ എഴുതിയിരിക്കുന്നത്. ആ സിംഹാസനത്തിലാണ്, ആ പദവിയിലാണ്, ആ പൊസിഷനിലാണ് എഴുതിയിരിക്കുന്നത്. Far above all principality, far above all power, far above all authority, far above all dominion, far above every name that can be named. Amen. അതിന്റെ അടുത്ത വാക്യം 22ാം വാക്യം. യെസ്. സർവവും അവന്റെ കാൽ കീഴാക്കി സ്തോത്രം. അത്യന്തം മീതെയാക്കിയത് മാത്രമല്ല, സകലതും അവന്റെ കാൽ കീഴാക്കി വെച്ചു. അപ്പൊ വാഴ്ചകൾ എവിടെയാണ്? കർത്തൃത്വങ്ങൾ എവിടെയാണ്? അധികാരങ്ങൾ എവിടെയാണ്? ഇന്ന് ഭൂമിയിൽ വിളിക്കപ്പെടുന്ന, ഈ വരുവാനുള്ള ലോകത്തിൽ വിളിക്കപ്പെടുവാനുള്ള എല്ലാ നാമത്തെ ആ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നു. ആമേൻ. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? നമ്മള് ഒരു വിഷയം വരുമ്പോൾ എന്തിനാ നമ്മൾ വിഷമിക്കുന്നേ? നിരാശപ്പെട്ടു പോകുന്നേ? എന്താ നമ്മുടെ സന്തോഷം പോകുന്നേ? എന്തിനാ നമ്മൾ ദുഃഖിച്ചു പോകുന്നേ? എന്തിനാ? വേണ്ട. യേശു ഇരിക്കുന്ന ആ സ്ഥലം നിങ്ങളൊന്ന് ഓർത്താൽ അത് തന്നെ ഭയങ്കര കാര്യമാണ്, അല്ലേ? അത്രയും മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ, നമ്മളെ ഉയർപ്പിച്ചില്ല, ക്രിസ്തുവിനെ ഉയർപ്പിച്ച് ആ സ്ഥലത്താക്കിയാൽ, അങ്ങനെ ഒരു യേശുവാണ് എനിക്കുള്ളത്, അങ്ങനെ ഒരു രാജാവാണ് എനിക്കുള്ളത്, അങ്ങനെയുള്ള ദൈവമാണ് എൻ്റെ ദൈവം, അങ്ങനെയുള്ള എൽ ശദായി ആണ് എനിക്ക് വേണ്ടി, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന എന്നുള്ള വെളിപ്പാടും ഉണ്ടെങ്കിൽ മാത്രമല്ല ക്രിസ്തീയ ജീവിതം എന്തൊരു സന്തോഷം ഉള്ള ജീവിതം. ആ പാട്ടിന്റെ 2 അലകൾ പാടാം. സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാലങ്ങളായ ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാലങ്ങളായ. നഷ്ടങ്ങൾ വന്നാലും കൂട്ടാളിയാണോ. കഷ്ടങ്ങൾ വന്നാലും കൂട്ടാളിയാണ്. അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോ, അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോ, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണ്. അഗ്നിക്കിഴങ്ങിൽ
മരണക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണ്. ഓ ക്രിസ്തീയ ജീവിത സൗഭാഗ്യ ജീവിത കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. ക്രിസ്തീയ ജീവിത സൗഭാഗ്യ ജീവിത കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. ഈ വചനത്തിലെ വെളിപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ വരേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങൾ വരുമ്പോൾ പിന്നെ 2 മാസം ആ വിഷയം പരിഹരിക്കുന്നവരെ നിങ്ങളെ കിട്ടത്തില്ല, ദൈവത്തിന് കിട്ടത്തില്ല. സഭയിൽ പാസനം കിട്ടത്തില്ലെന്ന് മാത്രമല്ല, ദൈവത്തിന് കിട്ടത്തില്ല. നിങ്ങൾ അതും പിടിച്ചോണ്ട് ഇല്ല, പട്ടിക്ക് എല്ലിട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, അതും കടിച്ചോണ്ട് ഇരിക്കുന്ന പോലെ പിശാച് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ അങ്ങനെ കുടുക്കിക്കളയും. ഇറ്റ്സ് എ ട്രാപ്പ്. അതുകൊണ്ട് നിങ്ങളെ കുടുക്കിക്കളയാന്ന് പിശാച് പിടിച്ചാൽ പിന്നെ അതുപോലെ ഒത്തിരി എല്ലുകൾ നിങ്ങൾക്ക് ഇട്ടുതരും. അതും കടിച്ചുകൊണ്ട് നമ്മളങ്ങ് കിടക്കും. പക്ഷേ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളും തുറന്നു വരട്ടെ. വെളിപ്പാടുള്ളൊരു ജനമായി, ശക്തിയില്ലാത്ത ജനമല്ല, ശക്തിയുള്ളൊരു ജനമാണ് നാം ദൈവത്തിന്റെ മക്കളാ. ആമേൻ, ഹല്ലേലൂയ. സകലത്തെയും അപ്പൻ എന്ത് ചെയ്തു, അവന്റെ കാൽ കീഴിലാക്കി വെച്ചു. അത് കഴിഞ്ഞ് തുടർന്ന് വായിക്കാം. സ്തോത്രം. അവനെ സർവ്വത്തിനും മീതെ തലയാക്കി. വീണ്ടും വീണ്ടും ആ വാക്കുകൾ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പറയുക. നമ്മൾ മിസ് ചെയ്ത് പോകരുത്. കാൽ കീഴിലാക്കി അത് പറഞ്ഞാൽ പോരെ, പിന്നെ അതിനെ വീണ്ടും ഉറപ്പിക്കുക. സകലത്തിനെയും മീതെ തലയാക്കി. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ, എല്ലാത്തിനെയും എല്ലാം നിറയ്ക്കുന്നവനായ നിറവിനാൽ നിറഞ്ഞു വരുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ നാം നേരിടുന്ന എന്തും, പ്രതികൂലമായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, എതിർപ്പുകളായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, ഒന്നിനും നമ്മളെ തടസ്സപ്പെടുത്തുവാൻ കഴിയുകയില്ല. ആമേൻ. യേശുവിനെ ആ തലങ്ങളിലാണ്, ആ പ്രതലങ്ങളിലാണ്, സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അത്യന്തം മീതെ, അത്യന്തം മീതെ. രോഗത്തിന് അത്യന്തം മീതെ, ക്യാൻസറിന് അത്യന്തം മീതെ, ഹല്ലേലൂയ. വന്ധ്യതയുടെ അത്യന്തം മീതെ, ആത്മീയമായിട്ടുള്ള വരൾച്ചയുടെ അത്യന്തം മീതെ, നിങ്ങളുടെ വിഷയങ്ങളുടെ അത്യന്തം മീതെ യേശുവിനെ ദൈവം ഇരുത്തിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. പക്ഷെ അത് മാത്രമല്ല, അത് തന്നെയാണെങ്കിൽ ഭയങ്കര മനോഹരമായിരുന്നു. അത് മാത്രമല്ല, ഹല്ലേലൂയ, നമ്മയും അവനോട് കൂടെ, ക്രിസ്തുവിനോട് കൂടെ അതേ പൊസിഷനിൽ, അതേ പദവിയിൽ, അതേ തലത്തിൽ, അതേ സ്ഥലത്തിൽ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, യേശു എന്തും ചെയ്തിടുമേ. മനോഹരമായ പാട്ട്. അത് നാണയത്തിന് ഒരു വശമായതേ ഉള്ളൂ. അപ്പൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? അത് അഹങ്കാരമല്ല, അത് ദൈവത്തിന് അഭിമാനമാണ്. അത് അഹങ്കാര വർത്തമാനമല്ല. അജിത്തിന് എന്തും ചെയ്തിടാം, നിങ്ങൾക്ക് എന്തും ചെയ്താം. കേൾക്കുമ്പോൾ അഹങ്കാരമായിട്ട് തോന്നിയാലും മക്കളുള്ള അപ്പന്മാർക്ക്, അമ്മമാർക്ക് അറിയാം അവരുടെ മക്കൾ അഭിമാനം കൊള്ളുന്നത് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മക്കൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മളെ കാട്ടിൽ നല്ലോണം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ അഹങ്കാരമല്ല നമ്മളത് പറയുന്നത്, അഭിമാനമാണ്. അങ്ങനെ പറയാൻ നമുക്കൊന്ന് ആ പാട്ട് പാടാം. ആ വഴികളൊന്ന് പാടി സ്തോത്രം. നമുക്ക് സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ ഒന്ന് മാറ്റി കൊണ്ടൊന്ന് പാടാം. യെസ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു അതിശയവാനാണ്. ഞാൻ എന്തും ചെയ്തിടുമേ, അത്ഭുതവാനാണ്. ഞാൻ എന്തും ചെയ്തിടുമേ, യേശു അതിശയവാനാണ്. യേശു അത്ഭുതവാനാണ്. യേശു അതിശയവാനാണ്. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാം നീ യേശുവിൻ നാമത്തിൽ. പൊന്നില്ല വെള്ളിയുമല്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാം നീ യേശുവിൻ നാമത്തിൽ. എഴുന്നേൽക്കുക നീ, തളരരുതേ. എഴുന്നേൽക്കുക നീ, ഓ തളരരുതേ. ഓ എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. ഓ യേശു എന്തും ചെയ്തിടുവേ, അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുവേ, യേശു അതിശയവാനാണ്. ഞാനും എന്തും ചെയ്തിടുവേ, അത്ഭുതവാനാണ്. എന്തും ചെയ്തിടുമേ, അതിശയവാനാണ്. ഞാനും അതിശയവാനാണ്. ഞാനും അതിശയവാനാണ്. ഞാനും അതിശയവാനാണ്. ഞാനും അതിശയവാനാണ്. ഞാനും അത്ഭുതവാനാണ്.
സുവിശേഷം 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ കർത്താവ് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. യെസ്, ഞാൻ ചെയ്യുന്നത് നിങ്ങളും ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് നിർത്തിയായിരുന്നെങ്കിൽ ഭയങ്കരമായിരുന്നു. പക്ഷെ കർത്താവ് പറയുന്നത് എന്താ? Verily, verily, I say unto you, he that believeth on me, the works that I do shall he do also, and greater works than these shall he do, because I go unto my Father. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. In the പകൽക്കാലം, I want to say in the name of Jesus, I declare and decree not just the works of Christ, but the greater works of Christ. We believe it and we receive it. Not just the works of Christ, but the greater works of Christ. കർത്താവ് ചെയ്ത പ്രവൃത്തികൾ മാത്രമല്ല, അതിനേക്കാൾ വലിയ പ്രവൃത്തികൾ. ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യത്തിനും മുന്നേറ്റത്തിനും വേണ്ടി ഹല്ലേലൂയ ഞാൻ ചെയ്യുമെന്നുള്ള ഉറപ്പുള്ളവർ. അതിനുവേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഇത്ര വലിയ ഒരു വില കാൽവറിയിൽ അന്ത്യത്തുള്ളി രക്തം വരെ കർത്താവ് കൊടുത്തത് എന്ന് ആ സാക്രിഫൈസിന്റെ യാഗത്തിന്റെ വില മനസ്സിലാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരം തട്ടി ഓറി ബാബാ ബാബാ ഷേതാല Mama mama shaya ya 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 la raba shaba fire the fire അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയുകയാണ്. പെട്ടെന്ന് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ എന്താ? ക്രിസ്തുവിനോടുകൂടെ നമ്മെയും സ്വർഗീയ തലങ്ങളിൽ കർത്താവ് നമ്മെ ഇരുത്തിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഗ്രീക്ക് വാക്ക് ഇരുത്തിയിരിക്കുക, സീറ്റഡ് എന്ന് പറഞ്ഞ ഒരു വാക്ക്, കതീസോ എന്ന് പറഞ്ഞൊരു വാക്കാണ്. സ്തോത്രം. യാലാലൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വലിയ ഒരു മർമ്മമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അത് വലിയ തലത്തിൽ ദൈവം തനിക്ക് ഒരു മർമ്മമായി ദൈവസഭയ്ക്ക് ഒരു അപ്പോസ്തലനായതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തിയ ഒരു വലിയ സത്യമാണ്. ദൈവത്തിന്റെ വെളിപ്പാടാണ് കതീസോ, സീറ്റഡ്. You are seated with Christ. അതിന് വലിയ തലങ്ങളുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പതുക്കെ പോകാം. എങ്കിലും അതിന്റെ ആരംഭ തലങ്ങൾ നമ്മളൊന്ന് പരിചയിച്ചു കഴിഞ്ഞാൽ അടുത്ത വലിയ തലങ്ങളിലേക്കൊക്കെ നമുക്ക് ഒന്ന് പറന്നു വരുവാൻ കഴിയും. ഹല്ലേലൂയ. കതീസോ എന്ന വാക്കിന്റെ അർത്ഥം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന, അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു രാജാവ് തന്റെ സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യത്വം ചെയ്യുന്ന, നീതിയും ന്യായവും നടത്തുന്ന, കർത്തൃത്വം നടത്തുന്ന, വാഴ്ച നടത്തുന്ന ഒരു പൊസിഷനെയാണ് കതീസോ എന്ന് പറഞ്ഞ ഈ വാക്ക് പറയുന്നത്. It's a king taking his appointed place, settling down on the throne that he has, and where he exercises his rule and authority over his kingdom. Kadicho. Hallelujah. അവിടെ സെറ്റിൽ ചെയ്യുക. ആ വാക്കിന്റെ അർത്ഥം എന്താ? ഒന്നിരുന്നു പിന്നെ അങ്ങ് എഴുന്നേറ്റു അല്ല. He is seated. അവിടെ അങ്ങ് സെറ്റിൽ ചെയ്തു, ഇരുപ്പ് ഉറപ്പിച്ചു. അവിടെ നിന്ന് ആർക്കും ഇളക്കാൻ കഴിയാതെ, ആർക്കും ഓടിച്ചു കളയുവാൻ കഴിയാതെ അങ്ങനെ ഒരു പ്ലേസ് ആൻഡ് പൊസിഷനിൽ ഇരുന്ന് ഒരു രാജാവ് വാഴ്ച നടത്തുന്ന, അധികാരം നടത്തുന്ന ഒരു പിക്ചറാണ്, ഒരു ഇമേജ് ആണ് കതീസോ എന്ന് പറഞ്ഞത്. You become immovable and steadfast. You continue in and you're established internally. You settle down in the appointed place because a kingdom and a kingly throne has been conferred to you. Hallelujah. ഇന്ന് നമ്മെ എല്ലാവരെയും വലുപ്പം ചെറുപ്പമില്ലാതെ ഇരുത്തിയിരിക്കുക. അവന്റെ സിംഹാസനത്തിൽ അവനോടൊപ്പം സകല വാഴ്ചകൾക്കും അത്യന്തമേലെ, നിങ്ങളുടെ വിഷയങ്ങൾക്ക് അത്യന്തമേലെ, സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വത്തിനും വരുവാനുള്ള നാമത്തിൻ മീതെ above all authority. കതീസോ എന്ന് പറഞ്ഞ ആ വാക്ക് നമുക്ക് വീണ്ടും വീണ്ടും കർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. പൗലോസിന്റെ ശുശ്രൂഷയിൽ തനിക്ക് ഈ വെളിപ്പാട് പ്രാപിച്ച ആ വെളിപ്പാടിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുവാൻ തനിക്ക് കുറച്ച് സമയമെടുത്തു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ തനിക്ക് വലിയ ഒരു എൻകൗണ്ടർ സംഭവിച്ചു. ദൈവത്തിന്റെ ദൂതും ദൈവത്തിന്റെ ആലോചനകളും തന്റെ ലൈഫിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനും പർപ്പസും റിവീൽഡായി. എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന് അനന്യാസിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ, രാജാക്കന്മാരുടെ, നേതാക്കന്മാരുടെ, അധികാരികൾ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നീ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ്. You are a chosen instrument of God and I have chosen you to stand before authorities and kings. എന്റെ ജനത്തോട് ദൈവത്തിന്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാണ് എന്ന് ദൈവം. And എന്റെ നാമത്തിനു വേണ്ടി കഷ്ടം സഹിക്കുവാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. And to suffer for my name's sake. Hallelujah. വലിയ എൻകൗണ്ടർ നടക്കുകയാണ്. അന്ധനായി പോയി ആ എൻകൗണ്ടറിൽ കാണുവാൻ കഴിഞ്ഞില്ല 3 ദിവസം. പിന്നെ തന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, തനിക്ക് കാഴ്ച ലഭിച്ചു. 9-20 വാക്യം പറയുന്ന സ്തോത്രം, താമസമൊന്നുമില്ലാതെ യേശുവാണ് കർത്താവ് തന്റെ ദൗത്യം തിരിച്ചറിഞ്ഞപ്പോൾ തിരുവചനം എടുത്തുകൊണ്ട് താൻ സഞ്ചരിച്ച് കർത്താവിനെ പ്രസംഗിക്കാൻ തുടങ്ങി.
താൻ കർത്താവിനെ പ്രസംഗിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് തന്റെ മേലുണ്ടായിരിക്കുന്ന ആ അപ്പോസ്തലിക ദൗത്യത്തിന്റെ ആദ്യ സമയങ്ങളാണ് നാം അപ്പോസ്തല പ്രവൃത്തിയിൽ 9-ാം അധ്യായത്തിൽ നിന്ന് കാണും. പോകും, യേശുവിനെ പ്രസംഗിക്കും, അഭിഷേകത്തിന് ആഴം തന്റെ ജീവിതത്തിലും ശുശ്രൂഷകളിൽ വെളിപ്പെടും, അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കും, കൂട്ട വിടുതലുകളും കൂട്ട സൗഖ്യങ്ങളും, ജനം ദൈവത്തിലേക്ക് വരുന്ന അത്ഭുത പ്രതീതി തന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീർന്നു. എവിടെ പോയാലും ഉണർവ് വെളിപ്പെടും, എവിടെ പോയാലും വലിയ ഉണർവ് വെളിപ്പെടും. അങ്ങനെ യാത്ര ചെയ്ത് ലിസ്ട്രയിൽ വന്നപ്പോൾ ഒരു മുടന്തനെ സൗഖ്യമാക്കി. കുറച്ചു കഴിഞ്ഞ് കുറവ് വെളിപ്പെടും, ഭയങ്കര ദൈവപ്രവൃത്തികൾ വെളിപ്പെടും, ആൾക്കാർ കൂടി വരും. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ വിഷയങ്ങളും പ്രശ്നങ്ങളും, അവിടെ ശുശ്രൂഷിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും, ആ ആത്മീയ ചലനത്തെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള തടസ്സങ്ങൾ, താൻ നേരിടുന്ന അങ്ങനെയുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അവിടെ നിന്ന് ശുശ്രൂഷിക്കുവാൻ കഴിയാതെ പട്ടണം വിട്ടുപോകേണ്ട അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ. മാനസിക സമ്മർദ്ദങ്ങൾ മാത്രമല്ല, ചില സമയത്ത് എന്താ അടിച്ച്, നമുക്കറിയാം ഫിലിപ്പിയിലേക്ക് പോയപ്പോൾ അവിടെ അടിച്ച് വലിയ അത്ഭുതം നടന്നു. ദൈവമാണെന്നൊക്കെ പറഞ്ഞ് എന്താ വാഴ്ത്തി, എന്താ ദൈവം ഇറങ്ങി വന്നു എന്ന് പറഞ്ഞൊക്കെ ജനം അങ്ങ് ആഹ്ലാദം കൊണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ പിടിച്ച് അടിച്ച് മുറിവേൽപ്പിച്ച് കാരാഗ്രഹത്തിലാക്കി വെക്കുന്ന അനുഭവങ്ങൾ, പൗലോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അനുഭവങ്ങൾ, മരിച്ചുപോയെന്ന് ചിന്തിച്ച് അവർ മാറിപ്പോകുന്ന അങ്ങനെയുള്ള അനുഭവങ്ങൾ, പീഡനങ്ങൾ. ഉണർവ് വെളിപ്പെടും, ദൈവപ്രവർത്തികൾ വെളിപ്പെടും, വലിയ ഒരു മൂവ്മെന്റ്, ഒരു ചലനം നടക്കും. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അതിനെ തടയുന്ന അവിടെയുള്ള ഗവൺമെന്റ് അധികാരികൾ തന്നെ തടയിട്ട് പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സഹോദരന്മാർ പറയും, പാസ്റ്ററെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ, ഇവിടുന്ന് പോയില്ലെങ്കിൽ നീ പ്രശ്നമാണ്, വിഷയമാണ്, നമുക്ക് ഇത് ഇവിടെ നിർത്താം. അങ്ങനെ പട്ടണങ്ങൾ വിട്ട് പട്ടണങ്ങൾ പോയി. സ്തോത്രം. അങ്ങനെ ഉള്ള ഒരു അനുഭവമായിരുന്നു പൗലോസിന്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കിത് വീണ്ടും വീണ്ടും കാണാം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം കെത്തിച്ചോ എന്ന് പറഞ്ഞ ഒരു വലിയ ആത്മീയ സത്യം ഇരുത്തിയിരിക്കുന്നു. ദൈവം പുത്രനെ തന്നെ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നൊരു വലിയ ബോധ്യമാണ് യേശുവിനുണ്ടായിരുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ കണ്ടു, അത്ഭുതങ്ങൾ ചെയ്തു, വലിയ ദൈവപ്രവർത്തികളൊക്കെ സംഭവിച്ചു, കുഷ്ഠരോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുകൂടി, ദൈവരാജ്യത്തിന്റെ ശക്തിയൊക്കെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ പഠിപ്പിക്കുവാൻ കർത്താവ് സമയം എടുക്കുമ്പോൾ കർത്താവിന്റെ പോസ്ചർ എപ്പോഴും എങ്ങനെയാ? താൻ ഇരിക്കും. ഒരു സ്ഥലത്ത് ഇരുന്ന്, നമ്മളെല്ലാം നിന്നാ പ്രസംഗിക്കുന്ന, പക്ഷെ കർത്താവ് ഇരുന്ന് പഠിപ്പിച്ചു. He was seated. He sat down. അതിന്റെ അർത്ഥം തന്റെ അപ്പന്റെ സിംഹാസനത്തിൽ ഇരുന്ന്. സ്തോത്രം. He was seated on the Father's throne. ആത്മീയമായിട്ട് നാം ഇത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്, സ്തോത്രം, താൻ എന്റെ അപ്പൻ വെച്ചിരിക്കുന്ന ആ സിംഹാസനത്തിൽ ഇരുന്ന് സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ, with all power and all authority, എല്ലാ അധികാരവും ശക്തിയും തനിക്ക് ദൈവം നൽകിയിരിക്കുന്നു എന്നൊരു വലിയ ബോധ്യത്തിൽ താൻ നല്ലോണം ഇരുന്ന് ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യത്വം നടത്തുന്ന പോലെ, കർത്തൃത്വം നടത്തുന്ന പോലെ, താൻ എന്തിനു വേണ്ടി പിതാവ് അയച്ചിരിക്കുന്നു, അപ്പൻ അയച്ചോ, അത് നിവർത്തിക്കുന്ന സമയത്ത് വരെ ആർക്കും തന്നെ തൊടുവാൻ കഴിയാത്ത നിലവാരത്തിൽ താൻ ഇരുന്ന് താൻ തന്റെ അധികാരത്തെ പ്രദർശിപ്പിക്കുവാൻ, പ്രകടമാക്കുവാൻ, തന്റെ ശുശ്രൂഷകളെ ചെയ്തെടുക്കുവാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹി സാറ്റ് ഡൗൺ. യേശു ഇരുന്നു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. നസ്രയത്തിലേക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ആത്മാവിന്റെ പൂർണ്ണതയിൽ നസ്രയത്തിലേക്ക് വന്ന് സിനഗോഗിൽ വരുമ്പോൾ 16-ാം വാക്യം, അവൻ വളർന്ന നസ്രയത്തിൽ വന്നു ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. സ്തോത്രം. അപ്പോൾ നസ്രയത്തിൽ പോയി, പതിവ് പോലെ സിനഗോഗിൽ പോയി, പള്ളിയിൽ പോയി അവിടെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് യശയ്യാപ്രവാചകന്റെ തിരുവെഴുത്തുകൾ കൊടുത്തു. ആ ഭാഗം അറിയാവുന്നതുകൊണ്ടൊന്നും വായിപ്പിക്കുന്നില്ല. 18-ും 19-ാം വാക്യത്തിൽ സ്തോത്രം, കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം പറയുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തു. The Spirit of the Lord is upon me because He has anointed me to preach the gospel. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കേട്ടു ജൂബിലി പ്രസംഗിക്കുവാൻ. The favorable year of the Lord. നിങ്ങൾ ജൂബിലിക്ക് 50 വർഷത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. ഞാൻ വന്നു, മെഷിഹ വന്നു. 49 വർഷം കഴിഞ്ഞ് 50-ാമത്തെ വർഷത്തിൽ ജൂബിലി ആഘോഷിക്കുന്ന, ജൂബിലുള്ള ആ മഹത്തായ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കുവാൻ അപ്പനെ അയച്ചു. You can enjoy the jubilee, the favorable year of the Lord now and again and again and again. അതിനുവേണ്ടി വലിയ കാത്തിരിപ്പിന് ആവശ്യമില്ല. You don't have to wait another 49 years.
നമ്മൾ അതിനെ കുറിച്ചെല്ലാം ചിന്തിച്ചു. ഇറ്റ്സ് ജൂബിലി. ജൂബിലി എന്ന് പറഞ്ഞാൽ എന്താ? ജൂബിലി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ പ്രസാദ വർഷം. വാട്ട് ബ്രിങ്സ് ദ ഫേവർ ഓഫ് ഗോഡ്? ദൈവത്തിന്റെ പ്രസാദം എങ്ങനെയാണ്? വളരെ നല്ല രീതിയിൽ ആ രണ്ട് ദൈവത്തിന്റെ കൃപ നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ഈ സ്പെഷ്യൽ ഫേവർ, ഹൈ ഫേവർ എല്ലാവരും വ്യാപരിക്കുന്നില്ല. ഹല്ലേലൂയ. അതിന്റെ വ്യത്യാസം. ഗ്രേസ് ഈസ് ദി അൺമെറിറ്റഡ് ഫേവർ പറയുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, വ്യവസ്ഥയില്ലാത്ത അല്ലേ, അൺമെറിറ്റഡ് ആയി നമ്മളൊന്നും ചെയ്തില്ല, പക്ഷെ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ആ കൃപ നമുക്ക് വേണ്ടി പ്രദാനം ചെയ്തു. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ ഫേവർ എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കി, വചനത്തെ മനസ്സിലാക്കി, ആ സഹിത്വത്തിലും സ്തോത്രം ആ ഹൃദയത്തിന്റെ സമർപ്പണത്തിലും നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് അവന്റെ പിന്നാലെ നടക്കുമ്പോൾ നമ്മുടെ മേൽ വന്നു വീഴുന്നതാണ് ദൈവത്തിന്റെ പ്രസാദം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ദൈവപ്രസാദത്തിന് വേണ്ടി ഉള്ള കാൻഡിഡേറ്റ്. We are everyone in Christ is a candidate for the high favor of God. ദൈവത്തിന് മുഖപക്ഷമില്ല. അപ്പോൾ എന്റെ മേലും ഈ പ്രസാദം വരാം, നിങ്ങളുടെ മേലും വരാം. തീരുമാനിക്കുന്നത് ദൈവമല്ല, തീരുമാനിക്കുന്നത് നമ്മുടെ റെസ്പോൺസ് ആണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്നും ദൈവത്തിന് തന്റെ പ്രസാദത്തെ വെളിപ്പെടുത്തി തനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം അങ്ങനെയുള്ള പാത്രങ്ങളെ, ഒരു ഭവനത്തിൽ ഒത്തിരി പാത്രങ്ങളുണ്ട്. നമുക്ക് തീരുമാനിക്കാം സാധാരണ പാത്രമായാൽ മതിയോ അതോ ദൈവത്തിനു വേണ്ടി. അതുകൊണ്ടാണ് കാത്തറിൻ കുൾമാൻ പറഞ്ഞത്, ദൈവം നോക്കുന്നത് സ്വർണ്ണ പാത്രങ്ങളെ അല്ല. God is not looking for golden vessels nor for silver vessels. വളരെ കഴിവുള്ള, വളരെ പ്രഗത്ഭരായ, വാക്ചാതുര്യമുള്ള, ഭയങ്കര ഗ്ലാമറുള്ള സ്തോത്രം പാത്രങ്ങളെ അല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് സമർപ്പിക്കപ്പെട്ട, അവന്റെ വചനത്തിന് മുമ്പാകെ വിറയ്ക്കുന്ന, താഴ്മയുള്ള, ദൈവത്തിനും മനുഷ്യർക്കും വിധേയപ്പെടുന്ന, ഹൃദയത്തിന് ഞുറുക്കലുള്ള, താഴ്മയുള്ള, അവന്റെ വാക്കിൽ വലയിടുവാൻ ഹല്ലേലൂയ അങ്ങനെ ഹൃദയമുള്ള ഒരു മാനപാത്രത്തെയാണ്. പാപത്തെയും പാപത്തിന്റെ മോഹം വിട്ട്, ലോകത്തെയും ലോകത്തിന്റെ മിന്നുന്ന പ്രതാപങ്ങളെ വിട്ട് ദൈവത്തിനും ദൈവരാജ്യത്തിനും ആദ്യ സ്ഥാനം കൊടുക്കുന്ന ഒരുവനെയാണ് ദൈവം നോക്കുന്നത്. അവന്റെ മേലാണ് ദൈവത്തിന്റെ കണ്ണ് വന്നു വീഴുന്നത്. ഹല്ലേലൂയ. That's the high favor of God. Praise God. കൃപ വ്യവസ്ഥയില്ലാതെ നമ്മളിലേക്ക് ഒഴുകി വരുന്നതാണ്. നമ്മളെല്ലാം ഇവിടെ സീറ്റ് ചെയ്തിരിക്കുക. പക്ഷെ ദൈവത്തിന്റെ ഫേവർ എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയം മനസ്സിലാക്കി, അവന്റെ ഹാർട്ട്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ ദൈവത്തിന്റെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാവീദിനെ കുറിച്ച് പറഞ്ഞത് ഇല്ലേ, ദാവീദ് കുഴപ്പം കാണിച്ചു, കുറ്റം കാണിച്ചു, ആരും ചെയ്യാത്ത പാവം ചെയ്തെങ്കിലും ദൈവത്തിന് ആ മനുഷ്യനോട് വലിയ സ്നേഹം ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയാമോ? ദൈവം പറഞ്ഞു, എന്റെ ഹൃദയ പ്രകാരമുള്ള ഒരു മനുഷ്യൻ, എന്റെ ഹൃദയത്തിന്റെ തുടുപ്പുകളെ അറിയുന്ന ഒരു മനുഷ്യന്. വ്യഭിചാരം ചെയ്ത് കൊല ചെയ്ത ഈ മനുഷ്യനാണ് രാജാവായത്. താൻ ചെയ്ത ഹീനമായ കാര്യം, അതുകൊണ്ട് തന്നെ ദൈവം കർശനമായി തന്നെ ശിക്ഷണത്തിൽ കൊണ്ടുവന്നു. പ്രവാചകനെ അയച്ചു, എടാ നീ തന്നെയാണത് എന്ന് പറഞ്ഞ് തന്നെ കർശനമായി ശിക്ഷണത്തിൽ കൊണ്ടുവന്നു. നെടുമ്പാട് വീണപ്പോൾ രാജാവല്ലേ എന്ന് അഹങ്കരിച്ചില്ല, താൻ നെടുമ്പാട് വീണ് തന്റെ പാപം സമ്മതിച്ചു. 51-ാം സങ്കീർത്തനം ദൈവസനയിൽ താൻ താഴുന്ന മാനസാന്തരത്തിന്റെ, തന്റെ ഹൃദയത്തിന്റെ ആ നിലവാരത്തിന്റെ ഒരു സങ്കീർത്തനമാണ്. ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ സത്യമിച്ചിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹോമയാഗങ്ങളും പാപയാഗങ്ങളൊക്കെ തന്നാൽ മതിയായിരുന്നെങ്കിൽ അതാണെന്നു പ്രമാണം. പക്ഷേ ഹൃദയം അറിഞ്ഞു. ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങളല്ല ദൈവം നോക്കുന്നത്, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് താഴ്ന്നും ഞുറിഞ്ഞൊരു ഹൃദയത്തിന്റെ ഉടമയാണോ താങ്കൾ എന്നാണ് ദൈവം നോക്കുന്നത്. ഒരു പാസ്റ്റർ ആയിരിക്കുമ്പോൾ അത് വ്യത്യാസമല്ല. ശുശ്രൂഷയ്ക്ക് അനേകർ വന്നു ചേരും, ദൈവസഭയിലേക്ക് അനേകർ വരും. പക്ഷെ ഒരു പാസ്റ്ററിന്റെ കണ്ണുകൾ, ഹൃദയം തേടുന്നത് ആരെയാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ്. സ്വന്തം ആവശ്യങ്ങൾക്കും സ്വന്തം കാര്യങ്ങൾക്കും സ്വന്തം കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ അങ്ങനെ വന്നൊരു വ്യക്തിയാണോ താങ്കൾ? അങ്ങനെയാണെങ്കിൽ ഈ കൃപ, ഈ അഭിഷേകം, ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആ നിറവ് അങ്ങോട്ട് ഒഴുകുവാൻ അതൊരു തടസ്സമാണ്. നിങ്ങളുടെ സമയം വരുമ്പോൾ ദൈവം നിങ്ങളെ പുറത്തെടുക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്കൊരു ശുശ്രൂഷ തരും. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ ഇടയാക്കി തീർക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് വഴികളുണ്ട് പ്രിയമക്കളെ. എന്റെ ഹൃദയ പ്രകാരമുള്ള മനുഷ്യൻ, എന്നെ കുറിച്ച് അങ്ങനെ പറയുവാൻ, നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയുവാൻ, നമ്മെ കുറിച്ച് അങ്ങനെ പറയാൻ, വെട്ടിപ്പും തട്ടിപ്പും കപടത കൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിൽ മുന്നേറുവാൻ കഴിയുകയില്ല. അഭിഷേകം അങ്ങനെ ജ്വലിക്കുകയില്ല, മഹത്വം അങ്ങനെ വെളിപ്പെടുകയില്ല. ദൈവമക്കളെ, താഴ്ന്നും ഞുറുങ്ങിയ ഒരു ഹൃദയത്തിന്റെ ഉടമയാണോ താങ്കൾ? ദൈവസന്നിധിയിൽ മനസ്താപത്തോടെയാണോ? ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ സത്യം ഇച്ഛിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് വിശുദ്ധിയോടും വേർപാടോടും പാപത്തെ വിട്ടൊഴിഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണോ താങ്കൾ? അങ്ങനെയാണെങ്കിൽ താങ്കളുടെ മേലാണ് ഈ കൃപ വെളിപ്പെടുവാൻ ഇടയാകുന്നത്. ആമേൻ. കെത്തിച്ചോ യേശു ഇരുന്നു. ഹല്ലേലൂയ. തിരിച്ചു വരാം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇതെല്ലാം ജൂബിലി എല്ലാം പ്രസംഗിച്ചു കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്തത്? പിന്നെ കർത്താവ് ഇരുന്നു. കർത്താവ് വചനത്തിൽ നിന്ന് പറയാനുള്ളത് പറഞ്ഞു. പിന്നെ കർത്താവ് ഇരുന്നു. 20-ാം വാക്യം നമുക്കത് വായിക്കാം. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ തിരികെ കൊടുത്തു ഇരുന്നു.
പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. ആ വാക്ക നിന്ന് ഇതെല്ലാം വായിച്ചു പ്രസ്താവിച്ചു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ഇരുന്നു. കർത്താവ് അങ്ങ് ഇരുന്നു. He sat down. He sat down. Hallelujah. He sat down. Hallelujah. 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്ത് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ഈ വചനങ്ങൾ ഇന്ന് നിവൃത്തി വന്നിരിക്കുന്നു. ഇരുന്നു താൻ പ്രസ്താവിച്ചു. തന്റെ അപ്പൻ കൊടുത്തിരിക്കുന്ന സിംഹാസനത്തിൽ പൂർണ്ണ ബോധ്യത്തോടെ സകലാധികാരവും ശക്തിയും എന്റെ അപ്പനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നെ അതിൽ നിന്ന് ഇളക്കുവാൻ, ചലിപ്പിക്കുവാൻ, മാറ്റുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും എന്റെ അപ്പനല്ലാതെ കഴിയുകയില്ല. എന്റെ സമയത്തിന് മുമ്പേ എന്നെ തകർക്കുവാൻ, തടയിടുവാൻ, തടസ്സപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നൊരു കത്തീഡ്സോ, ഒരു രാജാവ് വാഴ്ച നടത്തുന്ന പോലെ അധികാരത്തിലിരുന്ന് സകലത്തെയും തന്റെ കാൽക്കീഴിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു കത്തീഡ്സോയുടെ വെളിപ്പാട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ.